بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين മനുഷ്യ സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുകയാണ്. മനുഷ്യൻ എന്ന പരിഗണനയിൽ മാത്രം അവന് ഏറ്റവും വലിയ ആദരവ് നൽകപ്പെട്ടിട്ടുണ്ട്. അത് ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും അതീതമായ ഒരാദരവാണ് മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ളത്. മാനവസഞ്ചാരം സാംസ്കാരിക ജില്ലയായ തൃശ്ശൂരിലെത്തുമ്പോൾ ഒട്ടേറെ ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ തൃശ്ശൂർ സെന്റ് തോമസ് ക്രിസ്തുമതത്തിന്റെ പ്രചാരണം ഇന്ത്യയിൽ ആദ്യമായി വരുന്നത് കേരളത്തിലാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. AD 1-ാം നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്തുമതം ഇന്ത്യയിൽ എത്തി എന്നാണ് പറയുന്നത്. അത് മുസ്രിസ് എന്ന് പറയുന്ന പഴയ കൊടുങ്ങല്ലൂരിന് സമീപമുള്ള ഒരു പ്രദേശം തന്നെയായിരുന്നു. മുജിരി എന്ന വാക്ക്, തമിഴിലുള്ള ആ വാക്ക് വിഭജിച്ചൊഴുകുക എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അഥവാ കൊടുങ്ങല്ലൂർ ഭാഗത്തുകൂടെ ഒഴുകുന്ന പെരിയാർ 2 ശാഖകളായി ഒഴുകിയതിൽ നിന്നാണ് ഈ പദമുണ്ടായത് എന്ന് പറയുന്നത്. മുസ്രിസ് അതാണ് പിൽക്കാലത്ത് വലിയ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് ലോകത്തിന്റെ വലിയ വിപണിയായിരുന്നു, വലിയ പോർട്ടായിരുന്നു ആ മുസ്രിസിന്റെ ചരിത്രം പുനരാവിഷ്കരിക്കുന്നതിനും പഴയ ചരിത്രം സംരക്ഷിക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള പല പദ്ധതികളും ഈ നാട്ടിൽ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ആ കൊടുങ്ങല്ലൂരിൽ തന്നെയാണ് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവും സംഘവും വന്നെത്തിയത്. കേരളത്തിൽ നിന്ന് മക്കയിലേക്ക് പോയ ചേരമൻ പെരുമാൾ മക്കയിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഒരു തവണയുള്ള യാത്രയിൽ അവര് യമന്റെ തീരത്ത്, ഇന്നത്തെ സലാലയിൽ, ഒമാനിന്റെ ഭാഗമായ സലാലയിൽ അവിടെ വെച്ച് രോഗിയാവുകയും കൂടെയുള്ളവരെ ഒരെഴുത്തുമായി ഈ നാട്ടിലേക്ക് അയക്കുകയും ചെയ്തു എന്നാണ്. ഇവിടെ വന്ന് ആ എഴുത്ത് കൊടുത്തപ്പോ അതിൽ പറഞ്ഞിട്ടുള്ളത്, എൻ്റെ സുഹൃത്തുക്കൾ അങ്ങോട്ട് വരുന്നുണ്ട്, അവർക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്നായിരുന്നു. അങ്ങനെ ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരന്മാർ ഭാരതീയ സംസ്കാരത്തിന്റെ പഴയകാലത്തെ ഉള്ള ആ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ഈ അതിഥികളെ സ്വീകരിക്കുകയും അവർക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്ത് അങ്ങനെ വിശുദ്ധ ഇസ്ലാമിന്റെ വ്യാപനം ഈ നാട്ടിൽ ഉണ്ടാകുന്നത്. ചരിത്രത്തിന്റെ മഹത്തായ ഒട്ടേറെ ചരിത്രങ്ങൾക്ക് സാക്ഷിയായ തൃശ്ശൂർ സ്ക്വയർ തന്നെ ആ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ചുറ്റുഭാഗത്തും വിശാലമായ വൃക്ഷങ്ങളും വിശാലമായ ഗ്രൗണ്ടും. ഈ അടുത്ത ദിവസമാണ് തൃശ്ശൂരിന് വിശുദ്ധ നഗരത്തിന്റെ അഥവാ വായുശുദ്ധിയുള്ള നഗരം എന്ന് പറയുന്ന പ്രത്യേകമായ ഒരു റേറ്റിംഗ് കിട്ടിയിരിക്കുന്നത്. അത് ആ ഉയർന്ന പച്ചപ്പുള്ള മരങ്ങളും നഗരത്തിന്റെ ശാന്തിയുമാണ് അതിന് കാരണമായിട്ടുള്ളത്. ഇവിടെ പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ചിട്ടുള്ളത് നന്മയുടെ, സാഹോദര്യത്തിന്റെ സന്ദേശമാണ്. അതുപോലെ എല്ലാ മതത്തിന്റെ പ്രചാരകരായിട്ടുള്ള യേശുക്രിസ്തു ആണെങ്കിലും ശ്രീബുദ്ധനാണെങ്കിലും ശ്രീരാമനാണെങ്കിലും അവരുടെയൊക്കെ കഥകളിൽ മനുഷ്യനോട് നന്മ ഉപദേശിക്കുന്ന ധാരാളം വചനങ്ങളെ നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഒരു മതവും വിദ്വേഷം പഠിപ്പിക്കുന്നില്ല.
അപ്പൊ ഈ മതങ്ങൾ പരസ്പരം സ്നേഹിച്ച് സൗഹാർദ്ദത്തിൽ കഴിയുമ്പോൾ അത് സാമ്രാജ്യത്വ ശക്തികൾക്ക് അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായി മാറുന്നു എന്നതാണ്. മതങ്ങൾ മുഴുവനും വളരെ സ്നേഹത്തോടെ ഏകോദര സഹോദരന്മാരായി തോളോട് തോൾ ചേർന്നുകൊണ്ട് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ പോരാടുമ്പോൾ എന്താണ് ഇവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള മാർഗമെന്നാണ് അവർ ചിന്തിച്ചത്. അങ്ങനെ അവരുണ്ടാക്കിയിട്ടുള്ള ചരിത്രമാണ് ഈ മനുഷ്യ മനസ്സുകൾക്കിടയിൽ വലിയ വിടവുകൾ ഉണ്ടാക്കിയത്. ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കിയ ചരിത്രത്തില് ആൻഷ്യൻ ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി, പൗരാണിക ചരിത്രം, മധ്യകാല ചരിത്രം, ആധുനിക ചരിത്രം എന്ന് വേർതിരിക്കുമ്പോൾ അതിനെ മറ്റൊരു വാക്കിൽ അവർ പ്രയോഗിക്കുന്നത് ഹൈന്ദവ ചരിത്രം, ഇസ്ലാമിക ചരിത്രം, ആധുനിക ചരിത്രം എന്നാണ്. ആധുനിക ചരിത്രത്തിന് വേറെ പേരുകളൊന്നും കൊടുക്കുന്നില്ല. അതേസമയം ഹൈന്ദവ ചരിത്രം, അതിനുശേഷം മുസ്ലിം ചരിത്രം എന്ന് പറയുമ്പോൾ അതില് ഒരു ഹൈന്ദവീയത ഇവിടെ നിന്ന് ഇല്ലാതായി പോയിട്ടുണ്ട് എന്ന് വരുത്താനാണ് യഥാർത്ഥത്തിൽ അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്ന് ധാരാളം ആസൂത്രണങ്ങൾ നടത്തുകയും ഹിന്ദുക്കളെയും മുസ്ലിംകളെയും തമ്മിലടുപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിയിരുന്നത്. എന്നാൽ ഇവിടുത്തെ സൂഫികളും മുനികളും സന്യാസിമാരും മഹർഷികളും മഹാപണ്ഡിതന്മാരും എല്ലാം അവരുടെ ജീവിത കാഴ്ചയിലൂടെ ആളുകൾക്ക് കൃത്യമായും സാഹോദര്യത്തിന്റെ പാഠങ്ങൾ നൽകുകയായിരുന്നു. ഇംഗ്ലീഷുകാരുടെയും മറ്റും ആഗമനത്തിന് ശേഷം പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും എല്ലാം ഈ നാട്ടിൽ വന്നപ്പോൾ അവരുടെ കൂടെ വന്നതാണ് ക്രിസ്തുമതം. പേർഷ്യയിൽ നിന്ന് വന്ന മംലൂക്കുകള്, അതേപ്രകാരം സെൽജൂക്കികള്, തുഗ്ലക്കുകള്, പിന്നീട് മുഗളന്മാർ, അവരുടെയൊക്കെ കൂടെ അവർ ഇസ്ലാമിക നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് ഇസ്ലാമിക കുടുംബങ്ങളും ധാരാളമായി വന്നിട്ടുണ്ട്. എന്നാൽ അവരെല്ലാം തിരിച്ചു പോവുകയോ അല്ലെങ്കിൽ അവരുടെ ഭരണം അവസാനിക്കുകയോ അവർ ഈ നാടിന്റെ മണ്ണിന്റെ അടിയിലേക്ക് അവരെല്ലാം പോവുകയോ ചെയ്തിട്ടുണ്ട്. അവരിൽ പലരും ഈ നാടിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ളവരാണ്. നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഈ രാജ്യത്തിന്റെ ഏറ്റവും ഉയരമുള്ള മിനാരേറ്റ്, ഏറ്റവും മനോഹരമായ കെട്ടിടം, ഏറ്റവും സുന്ദരമായ കൊത്തളങ്ങൾ, ഈ നാടിന് വിദ്യാഭ്യാസം നൽകിയിരുന്ന വലിയ വലിയ വിദ്യാലയങ്ങൾ, ഇതെല്ലാം ചരിത്രത്തിൽ ഉണ്ടായിരുന്ന സംഭവങ്ങൾ ഇന്നും ടൂറിസ്റ്റുകളുടെ പദ്ധതിയായി, വിദേശ നാണ്യം ഇന്ത്യക്ക് നേടിക്കൊടുക്കുന്നതിനുള്ള വലിയ മുതൽക്കൂട്ടായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവരുണ്ടാക്കിയിട്ടുള്ള ആ കെട്ടിടങ്ങൾ, രമ്യഹർമ്മ്യങ്ങൾ അതിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ അവരിവിടെ കൊണ്ടുവന്നിട്ടുള്ള വ്യവസായങ്ങൾ, അവർ പഠിപ്പിച്ചിട്ടുള്ള അറിവുകൾ, അതാണ് ഈ നാടിന്റെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇംഗ്ലീഷുകാർ ഒരുപാട് സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷുകാരുണ്ടാക്കിയ പാലങ്ങളും അവരുടെ റോഡുകളും അവരെന്നുണ്ടാക്കിയ കെട്ടിടങ്ങളും, ന്യൂഡൽഹി എന്ന് പറയുന്ന മനോഹരമായ നഗരവും ബാംഗ്ലൂരും ചാണ്ഡിഗഡും പലയിടങ്ങളിലും ഇംഗ്ലീഷുകാരന്റെ വലിയ സംഭാവനകളുണ്ട്. കുതുബ് മിനാറും താജ്മഹലും ചെങ്കോട്ടയും ഫത്തേപൂർ സിക്രിയും അങ്ങനെ തുടങ്ങി ഒട്ടേറെ എഡ്യൂക്കേഷൻ സെന്ററുകൾ, സഫ്ദർജംഗ് മദ്രസയും ഹുമയൂൺ ടോംബും ഗോൾക്കൊണ്ടയും ചാർമിനാറും ഉൾപ്പെടെ ഇന്ത്യ ഭരിച്ചിട്ടുള്ള ഒരുപാട് മുസ്ലിം രാജാക്കന്മാരുടെ സംഭാവനകളാണ്. വലിയ വലിയ യൂണിവേഴ്സിറ്റികളായിട്ടാണ് ആ സ്ഥാപനങ്ങളെല്ലാം നിലകൊണ്ടിട്ടുള്ളത്. അതേ രൂപത്തിൽ തക്ഷശിലയും അജന്തയും ഇന്ത്യയിലെ പഴയകാലത്തെ മഠങ്ങൾ, ദേവാലയങ്ങളോട് ചേർന്നുകൊണ്ടുള്ള വിദ്യാലയങ്ങൾ, ഇതെല്ലാം ഈ രാജ്യത്തിന്റെ പുരോഗതിയിൽ വലിയ നാഴികക്കല്ലുകൾ തീർത്തിട്ടുള്ളതാണ്. ഇന്ന് ഏറ്റവും ആധുനിക കാലഘട്ടത്തിലും നിങ്ങൾ നോക്കൂ, വീണ്ടും ഇതേ ഒരാശയത്തെ ഡിവൈഡ് ആൻഡ് റൂൾ, മനുഷ്യരെ ഭിന്നിപ്പിക്കുക, ഭിന്നിപ്പിച്ചു നിർത്തുക, എന്നിട്ട് ഭരിക്കുക എന്ന യൂറോപ്യന്റെ അതേ തന്ത്രമാണ് ഇന്നും നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭിന്നിപ്പിന്റെ തന്ത്രം, ആ ഭരണകൂടം എന്ന് പറയുന്നത് ബിസിനസ്സുകാരാണ്. ലോകത്തെ ഉൽപാദകരാണ്. ഈ നാട്ടിൽ വിറ്റഴിക്കേണ്ട ഉൽപാദകരാണ്. യൂറോപ്യന്മാർ ഇവിടെ വന്നപ്പോ അവർ ഭരണം സ്ഥാപിച്ചുകൊണ്ടാണ്
ഇന്ത്യൻ മാർക്കറ്റുകൾ കൈയടക്കുകയും അഥവാ അവരുടെ നാട്ടിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താനുള്ള കമ്പോളമായും അതിനാവശ്യമായ റാ മെറ്റീരിയൽ ശേഖരിക്കാനുള്ള ഒരു കോളനിയായും ഈ നാടിനെ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് MNCകളാണ്, പാശ്ചാത്യൻ രാജ്യങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന മൾട്ടിനാഷണൽ കമ്പനികളാണ് ലോകം ഭരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ ഭരണാധികാരി, പോലീസ് അല്ലെങ്കിൽ ലോകം മുഴുവനും ഭരിക്കുന്ന വാണിജ്യ വ്യാവസായിക മേഖലകളിലുള്ള ആളുകൾ, പതിറ്റാണ്ടുകൾക്ക് ശേഷം വരുന്ന മനുഷ്യൻ ആവശ്യമായ അവരിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ ആവശ്യമായ ഫിലോസഫിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അവരും എന്നും ചിന്തിക്കുന്നത് മനുഷ്യൻ ഒന്നിച്ചു നിൽക്കാൻ പാടില്ല. അവർ സ്നേഹത്തോടെ നിന്നാൽ അവർ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും, അവരധ്വാനിക്കും, അവർ കൃഷി ചെയ്യും, അവർ കൊച്ചു കൊച്ചു കച്ചവടങ്ങൾ നടത്തും, പരസ്പര സ്നേഹത്തിന്റെയും സഹായത്തിന്റെയും കാര്യങ്ങൾ ചെയ്യും. ആ സമയത്ത് കുത്തകകൾക്ക് വളരാൻ സാധിക്കുകയില്ല. നിങ്ങൾ നോക്കൂ, വളരെ നിസ്സാരമായ കാര്യങ്ങളാണെന്ന് നമുക്ക് തോന്നും ചിലപ്പോൾ, അല്ലെങ്കിൽ തമാശയാണെന്ന് തോന്നുന്ന കാര്യം മനുഷ്യ മനസ്സുകളിൽ എത്ര വലിയ മുറിവാണ് ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് ഈ സഞ്ചാരത്തിനിടയിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. 7 ജില്ലകൾ കഴിഞ്ഞു വന്നപ്പോ അവിടുത്തെ യുവജനങ്ങളുമായും സാധാരണക്കാരുമായി, കർഷകരുമായി, മത്സ്യത്തൊഴിലാളികളുമായി, അതുപോലെ അഭ്യാസ മാധ്യമപ്രവർത്തകരുമായൊക്കെ നിരവധി കൂടിക്കാഴ്ചകൾ നടത്തിയപ്പോ അതിനിടയിൽ വന്നിട്ടുള്ള ആശയങ്ങളിൽ ഞെട്ടിക്കുന്ന പല കഥകളും പലരും പങ്കുവെക്കുകയുണ്ടായി. നിങ്ങൾക്കറിയാമോ, ഈ അടുത്തായി ഉയർന്നു വന്ന ഒരു ഹലാൽ വിവാദം എന്ന് പറയുന്ന ഒരു ആശയം, ആ ഒരു ചർച്ചകൾ കെട്ടടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും വലിയ മനസ്സുകളിൽ, നിഷ്കളങ്കരായ പലരുടെയും മനസ്സുകളിൽ ആ ഒരു ചിഹ്നം, ആ ഒരു എംബ്ലം മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ വ്യാപകമായി നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഹലാൽ? മുസ്ലിമിന് ആഹാരം കഴിക്കണമെങ്കിൽ ഹലാൽ മാത്രമേ കഴിക്കാൻ പറ്റുകയുള്ളൂ. അഥവാ ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങളെ തന്നെ മൂർച്ചയുള്ള കത്തി കൊണ്ട് കൃത്യമായി അറുത്ത് ശ്വാസനാളവും അന്നനാളവും മുറിഞ്ഞ് രക്തം വാർന്നുപോയ മൃഗത്തെ മാത്രമേ, ആ മാംസമേ കഴിക്കാൻ പാടുള്ളൂ. ഹലാലിന്റെ വിശാലമായ ഡെഫിനിഷൻ ഉണ്ടെങ്കിലും ഈ ഒരു ചെറിയ കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് ഭക്ഷ്യശാലകളിൽ ഹലാൽ എന്ന് എഴുതി വെക്കുന്നത്. അതുപോലെ മദ്യം ചേർത്തിട്ടില്ല, മറ്റ് മാലിന്യങ്ങൾ ചേർന്നിട്ടില്ല, പല അർത്ഥവും മനസ്സിലാക്കാൻ വേണ്ടി ഹലാൽ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ വളരെ ചെറിയൊരു അർത്ഥത്തിൽ ഈ മാംസ്യത്തിന്റെ ഹലാൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഹലാൽ എന്ന് ബോർഡ് വെക്കുന്നത്. ഇതിനെപ്പറ്റി എന്താണ് ഇവിടുത്തെ മനസ്സുകളിൽ പ്രചരിപ്പിച്ചത് എന്ന് സ്വകാര്യ സംഭാഷണത്തിലൂടെ അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. അത് മുസ്ലിങ്ങൾക്ക് മാത്രം കയറാനുള്ള കടകളാണ്. ഹലാൽ വെച്ച് ബോർഡ് വെച്ച് ഷോപ്പുകളിൽ മുസ്ലിംകൾ കയറും, അവരവിടെ നിന്ന് ഭക്ഷണം കഴിക്കും, മറ്റുള്ളവർ അവിടെ കയറുകയില്ല. മറ്റുള്ളവർക്ക് കയറാനുള്ളത് മറ്റു ഹോട്ടലുകളാണ്. അതും മുസ്ലിങ്ങൾ തന്നെ നടത്തുന്ന ധാരാളം റെസ്റ്റോറന്റുകൾ ഉണ്ട്. അവിടെ മറ്റു മതത്തിൽപ്പെട്ട ആളുകൾ കയറുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ ചേർത്തിട്ടുള്ള പല ഘടകങ്ങളും അവരുടെ പ്രത്യുൽപാദന ശേഷിയെ ഇല്ലാതാക്കുന്നതാണ്. അതുപോലെ പല രോഗങ്ങൾക്ക് കാരണമാക്കുന്നതാണ്. എത്ര തമാശയാണെന്ന് തോന്നുന്ന കാര്യം. എന്നാൽ നിങ്ങൾക്കും ഹലാൽ ഷോപ്പിൽ കയറിയാൽ പോരെ എന്നവരോട് ആരും ചോദിച്ചില്ല. എന്നാൽ ഇങ്ങനെ മതങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാൻ വേണ്ടിയുള്ള പച്ച നുണകൾ പടച്ചുവിടുന്ന ചില ഫാക്ടറികൾ, അവയെയാണ് നാം ഇല്ലാതാക്കേണ്ടത്. അതുപോലെ ക്രിസ്ത്യാനിയെ നീ എവിടെ വിളിച്ചാലും അവൻ എവിടെയെങ്കിലും ഒരു കുരിശ് വരച്ചു വയ്ക്കും. കുരിശുണ്ടാകാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? കുരിശുണ്ടാകാൻ 2 വടികൾ, ഒന്ന് കുത്തനെയും ഒന്ന് വിലങ്ങനെയും വെച്ചാൽ ഒരു കുരിശായി മാറും. അപ്പൊ ഒരു ജനാലുണ്ടാക്കുമ്പോ അതിന്റെ നടുക്കുള്ള ഒരു കഷ്ണവും ഒന്ന് ക്രോസായി ഒന്നും വെച്ചാൽ അത് കുരിശായി. അപ്പോൾ വേറൊരാൾ പറയുകയാണ് അത് ക്രിസ്ത്യാനി ഉണ്ടാക്കിയത് കൊണ്ട് അവൻ അതിൽ കുരിശ് കടത്തി കൂട്ടിയതാണ്. അല്ലെങ്കിൽ ക്രിസ്ത്യാനി ഉണ്ടാക്കുന്ന ജാമുകളില് അവര് ബ്രാൻഡി ഒഴിക്കുന്നുണ്ട്, അത് മുസ്ലിമിന് തിന്നാൻ പറ്റുകയില്ല എന്നിങ്ങനെ പരസ്പരം വിദ്വേഷത്തിന്റെ ആശയങ്ങൾ ഉണ്ടാക്കുന്നവർ ഇത് ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെ ആളുകളാണ് എന്ന് നാം വിചാരിക്കരുത്.
ക്രിസ്ത്യാനികളിലുള്ളൊരു ചെറിയ വിഭാഗമുണ്ട്, മുസ്ലിംകളിലുള്ള ചെറിയ വിഭാഗമുണ്ട്, ഹിന്ദുക്കളിലുള്ള ചെറിയ വിഭാഗമുണ്ട്. എല്ലാ മതത്തിലും പെട്ടവർ യഥാർത്ഥത്തിൽ ഇവരൊന്നും ആ മതത്തിന്റെ വക്താക്കളല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ മതങ്ങൾ പഠിപ്പിച്ച ആശയമല്ല ഇവരൊന്നും പറയുന്നത്. ഇന്ന് പല മതത്തിന്റെയും പേരിൽ പ്രവർത്തിക്കുന്ന, ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ചില സംഘടനകളുണ്ട്. ആളുകൾ വിചാരിക്കും ഇതെല്ലാം മുസ്ലിം ചേർന്നതാണെന്നാണ്. ഞങ്ങൾ ഈ സഞ്ചാരം 7 ജില്ലകൾ പിന്നിട്ടപ്പോൾ പല മതത്തിലും പല സഭകളിലും പല മഠങ്ങളിലും പല പാർട്ടിയിൽപ്പെട്ട എല്ലാ ആളുകളും വന്നിട്ടുണ്ടെങ്കിലും ചില ആളുകൾ ആവർത്തിച്ച് ക്ഷണിച്ചിട്ടും വളരെ സ്നേഹത്തോടെ ക്ഷണിച്ചിട്ടും ബോധപൂർവം ഇതിലേക്ക് വരാതിരിക്കുന്നത് ആ തരത്തിലുള്ള തെറ്റിദ്ധാരണകളുടെ കാരണം കൊണ്ടാണ്. ഇത് മുസ്ലിംകളാണല്ലോ, ഈ മുസ്ലിങ്ങളെല്ലാം ചേർന്നുകൊണ്ടാണ് മുനമ്പത്തെ റിസോർട്ടുകൾക്കെതിരെ, മുനമ്പത്തെ ഹോട്ടലുകൾക്കെതിരെ ശബ്ദിക്കുന്നത് എന്നുള്ള ഒരു ധാരണ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. മുനമ്പം എന്ന് പറയുന്ന വഖഫ് ഭൂമി, അതുപോലെ ഇന്ത്യയിലും കേരളത്തിൽ തന്നെ പല സ്ഥലത്തും വഖഫ് ഭൂമികൾ എൻക്രോച്ച്മെന്റിന്റെ പ്രശ്നമുണ്ട്. അത് ഇന്നും ഇന്നലെയും ഉണ്ടായ കാര്യങ്ങളല്ല. ഇന്ത്യയിലെ പാർലമെന്ററി കമ്മിറ്റി, റഹ്മാൻ ഖാൻ രാജ്യസഭ അധ്യക്ഷനായിരുന്ന റഹ്മാൻ ഖാന്റെ അധ്യക്ഷതയിലുള്ള ഒരു കമ്മിറ്റി ഇന്ത്യ മുഴുവനും നടന്ന് അതിനെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. വഖഫ് ഭൂമി കൊള്ളയടിച്ചതിൽ ഏറ്റവും മുന്നിൽ ഗവൺമെന്റുകളെയാണ് ആ റിപ്പോർട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ പല ബൂർഷ്വ കമ്പനികളും കൊള്ളയടിച്ചിട്ടുണ്ട്, പല ആളുകളും എടുത്തിട്ടുണ്ട്. മുനമ്പത്തെ വിഷയം ഇവിടെ ഗവൺമെന്റിന്റെ പരിഗണനയിലുള്ള, കോടതിയിലുള്ള ഒരു സ്വത്ത് തർക്കത്തിന്റെ വിഷയമാണ്. നാട്ടിലുള്ള മുസ്ലിംകളെല്ലാം ചേർന്ന് ഒരു ഭാഗത്തും അല്ലാത്തവർ മറ്റൊരു ഭാഗത്തും നിൽക്കുന്ന ഒരു പ്രശ്നമേ അല്ല അത്. അവിടെ ഗവൺമെന്റ് തന്നെ വഖഫ് ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു മാറണം എന്ന് പറഞ്ഞ് നോട്ടീസ് അയച്ചിട്ടുള്ളത് സാധാരണക്കാരായ പാവപ്പെട്ടവരായ മത്സ്യബന്ധനക്കാർക്കും മറ്റൊന്നുമല്ല. അവിടുത്തെ വലിയ റിസോർട്ടുകളും മറ്റും വഖഫ് ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾക്കാണ്. എന്നാൽ അവര് പിന്നിൽ നിന്നുകൊണ്ട് ഈ പാവപ്പെട്ടവരെ മറയാക്കി നിർത്തിക്കൊണ്ട് അവർ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആ മത്സ്യബന്ധനക്കാരിൽ ചില ആളുകൾ ക്രിസ്ത്യാനികളാണ്, വഖഫ് എന്ന് പറയുന്നത് മുസ്ലിംകളുടേതാണ്, അപ്പൊ ഇത് മുസ്ലിമും ക്രിസ്ത്യാനിയും തമ്മിലുള്ള ഒരു വിഷയമാണെന്ന് വരുത്തി തീർത്ത് മനസ്സുകളെ അകറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എല്ലാവരും തയ്യാർ. ഏതെങ്കിലും മീഡിയകൾ തൊടുത്തുവിടുന്ന ആശയങ്ങൾക്ക് പിന്നിൽ അവയെ ഊതിവീർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് വലുതാക്കി അകലത്തിനുള്ള മാർഗമാക്കി എടുക്കരുത്. വഖഫ് പറയുന്നത് ഇസ്ലാമിലുള്ള ഒരു സമ്പ്രദായം മാത്രമാണ്. ഇസ്ലാമിൽ ദാനം ചെയ്യുന്നതിന്റെ പല കൂട്ടത്തിൽ സക്കാത്തുണ്ട്, സ്വതക്കയുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രത്യേക ദാനമാണ് വഖഫ്. വഖഫ് എന്ന വാക്കിന്റെ അർത്ഥം സ്റ്റോപ്പ്. എന്റെ ക്രയവിക്രയങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ സ്റ്റോപ്പ് ആണ്, ഇനി അതിലെനിക്ക് ക്രയവിക്രയം പറ്റുകയില്ല. അത് ഭൂമിയാകാം, കെട്ടിടമാകാം, കിണറാകാം, തോട്ടഭൂമികളാകാം, കാർഷികോൽപ്പന്നങ്ങളുള്ള ഭൂമിയാകാം, അല്ലെങ്കിൽ നിർമ്മാണത്തിനു വേണ്ടിയുള്ള തരിശുഭൂമിയാകാം, അല്ലെങ്കിൽ വാടകയ്ക്ക് വരുമാനം ലഭിക്കുന്ന കെട്ടിടങ്ങളാകാം, ജനങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കിണർ, ആ വെള്ളം കുടിക്കാൻ വേണ്ടി വഖഫ് ചെയ്തതാകാം, കുളങ്ങളാകാം. ഇങ്ങനെ പലതും ലോകത്ത് വഖഫ് ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. ഖബർസ്ഥാനിന് വേണ്ടി വഖഫ് ചെയ്ത ഭൂമികളുണ്ട്, ആശുപത്രിക്ക് വേണ്ടി വഖഫ് ചെയ്ത ഭൂമികളുണ്ട്. അങ്ങനെ പലതരം ഭൂമികളും വഖഫ് ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ വഖഫ് ചെയ്ത ഭൂമി അല്ലെങ്കിൽ വഖഫ് കെട്ടിടങ്ങൾ എന്ന് പറയുന്നത് എന്റെ ഉടമസ്ഥതയിലുള്ളത് മാത്രമേ എനിക്ക് വഖഫ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഞാൻ ഈ കാണുന്ന ഈ സ്ക്വയർ ഞാൻ വഖഫ് ചെയ്തു എന്ന് പ്രഖ്യാപിച്ചാൽ ഇത് വഖഫാവുകയില്ല. പലരും ഇവിടെ പ്രചരിപ്പിച്ചത് ഏതെങ്കിലും ഒരു മുസൽമാൻ
അവന്റെ മുന്നിൽ കാണുന്ന ഏതെങ്കിലും ഒരു കെട്ടിടത്തെ ഞാൻ വഖഫാക്കി എന്ന് പറഞ്ഞാൽ അത് വഖഫിന്റെ കീഴിലാകും എന്നാണ്. ഒരിക്കലും അങ്ങനെ ആവുകയില്ല. ഇവിടെ ഭൂമികൾ ദാനമായി മസ്ജിദുകൾക്കും മദ്രസകൾക്കും ആശുപത്രികൾക്കൊക്കെ വേണ്ടി ഹൈന്ദവ രാജാക്കന്മാർ എത്രയോ ഭൂമികൾ നൽകിയിട്ടുണ്ട്. ആ നാട്ടിലെ ഖാദിമാർക്ക്, അല്ലെങ്കിൽ അവിടുത്തെ മതപണ്ഡിതന്മാർക്ക്, അല്ലെങ്കിൽ അവിടുത്തെ സയ്യിദ് ശ്രേഷ്ഠന്മാരുടെ കയ്യിൽ അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ അവർ അതിനെ വഖഫായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതുണ്ട്. വഖഫാക്കി കഴിഞ്ഞാൽ കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വെള്ളം മറ്റൊരാവശ്യത്തിന് ഉപയോഗിക്കരുതെന്നാണ്. കുടിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള വെള്ളം അത് മുഖം കഴുകാൻ വേണ്ടി ഉപയോഗിക്കരുതെന്നാണ്. അത്ര പോലും സൂക്ഷ്മതയാണ് വഖഫിന്റെ വിഷയത്തിലുള്ളത്. ആശുപത്രിക്ക് വേണ്ടി വഖഫ് ചെയ്ത ഒരു സ്ഥലം ഊട്ടിയിലെ സേട്ടുമാർ ആശുപത്രിക്ക് വേണ്ടി വഖഫ് ചെയ്ത ഒരു സ്ഥലം. ഒരിക്കൽ അവിടുത്തെ സേട്ടുമാര് വന്ന് മർക്കസിൽ വന്ന് ഉസ്താദിനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് വഖഫ് ലാൻഡാണ്, അവിടെ നമുക്ക് നല്ലൊരു സ്കൂൾ ഉണ്ടാക്കി തരണം എന്ന്. ആ രേഖ പരിശോധിച്ചപ്പോൾ അത് ആശുപത്രിക്ക് വേണ്ടിയുള്ള വഖഫാണ്. ഉസ്താദ് പറഞ്ഞു, അത് ആശുപത്രിക്ക് വേണ്ടി ആയതുകൊണ്ട് നമുക്കവിടെ സ്കൂൾ ഉണ്ടാക്കാൻ പറ്റുകയില്ല. വരുമാനത്തിനായിരുന്നുവെങ്കിൽ സ്കൂൾ ഉണ്ടാക്കിയിട്ട് വാടക കൊടുത്താൽ മതിയായിരുന്നു. ചിലയിടങ്ങളിൽ ഭൂമി വഖഫ് ചെയ്തിട്ടുണ്ട് ഖുർആൻ ഓതാൻ വേണ്ടി, വരുമാനത്തിന്, മൗലിദ് ഓതാൻ വേണ്ടി, വരുമാനത്തിന്. അതിൽ നിന്ന് വരുമാനമെടുക്കാം, വരുമാനത്തിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കാം. എന്നാൽ നിശ്ചിത ആവശ്യത്തിന് വേണ്ടി വഖഫ് ചെയ്താൽ അത് അതിന് തന്നെ ഉപയോഗിക്കണം. വഖഫ് ചെയ്തതിന്റെ വാക്കിഫ്, ആ വഖഫ് ചെയ്ത ആൾ ഇതെന്തിനെന്ന് പറയുന്നു, ഇനി ആരാണിത് നോക്കേണ്ടത് എന്നുകൂടെ അദ്ദേഹം പറയുന്നു. എന്റെ ജീവിതകാലത്ത് ഞാൻ തന്നെ അതിന്റെ മാനേജറാണ്, എന്റെ മരണശേഷം എന്റെ കുടുംബത്തിലെ മൂത്ത ആൺകുട്ടികളാണ് ചിലർ എഴുതി വെക്കാറുണ്ട്, ചിലർ പെൺകുട്ടികളുടെ മക്കളാണ് എന്ന് എഴുതി വെക്കാറുണ്ട്, ചിലർ അതിനുവേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കണം, ഇന്ന ക്വാളിറ്റിയുള്ള ആളുകൾ കമ്മിറ്റി വേണം, ഇന്ന വിശ്വാസം അനുസരിച്ചുള്ളവരാകണം എന്ന് എഴുതി വെക്കാറുണ്ട്. അവർ അത് ഭരിച്ചുകൊണ്ട് പോകണം. അങ്ങനെയുള്ള വഖഫുകൾ നടത്തുന്നതിൽ കൃത്യവിലോപം വരാതിരിക്കാൻ വേണ്ടിയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ ഒരു വഖഫ് ബോർഡ് ഉണ്ടാക്കിയത്. പിന്നീട് ഇന്ത്യ സ്വതന്ത്ര ഗവൺമെന്റ് വഖഫ് ആക്ടിൽ പല മാറ്റങ്ങളും വരുത്തി അതിനെ കൂടുതൽ ഭദ്രമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ വഖഫ്, അപ്പൊ ഒരാൾ ചിലപ്പോൾ ദാനം ചെയ്യുമ്പോൾ അതിൽ അദ്ദേഹത്തിന് എഴുതി വെക്കാൻ പറ്റും, ഞാൻ നൽകിയിട്ടുള്ള കമ്മിറ്റി അത് കൃത്യമായി അക്കാര്യങ്ങൾ നിർവഹിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ അതിന്റെ മേൽനോട്ടം ഞാൻ തന്നെ തിരിച്ചെടുക്കുന്നതാണ്. എന്റെ കാലശേഷമാണെങ്കിൽ എന്റെ മക്കൾ അതിന്റെ നവാറത്ത്, അതിന്റെ മേൽനോട്ടം തിരിച്ചെടുക്കുന്നതാണ്. മേൽനോട്ടം തിരിച്ചെടുക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി തിരിച്ചെടുത്ത് തനിക്കത് വിൽക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിൽ വീടുണ്ടാക്കാം എന്നല്ല അർത്ഥം. എന്താവശ്യത്തിന് വേണ്ടിയാണോ വഖഫ് ചെയ്തത് അതിന്റെ ഉടമസ്ഥാവകാശം പടച്ചവനിലേക്ക് പോയി കഴിഞ്ഞു. മേൽനോട്ടം മനുഷ്യൻ നടത്തുമ്പോൾ ആ ആവശ്യത്തിന് വേണ്ടി മാത്രം ചെയ്യണം എന്നുള്ളതാണ്. വളരെ സ്പഷ്ടമായ കാര്യമാണിത്. എന്നാൽ ഇത് എന്തോ ഒരു കിരാത വസ്തുവാണ്, എങ്ങനെയും ആർക്കും പിടിച്ചെടുക്കാൻ പറ്റിയതാണ്, ഒരാളങ്ങ് പ്രഖ്യാപിച്ചാൽ അത് വിവാദമാക്കാൻ പറ്റും എന്നൊക്കെ പച്ച നുണകൾ പറഞ്ഞിട്ട് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്വത്ത് തർക്കമുണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത്? അതിനിവിടെ കോടതികളുണ്ട്. അല്ലെങ്കിൽ മധ്യസ്ഥം വഹിക്കാൻ പറ്റിയ സമുദായ സ്നേഹികൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് അതിനെക്കുറിച്ച് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വിധി പറയുക എന്നുള്ളതാണ് അതിലാവശ്യമായ ഒരു കാര്യം. വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, വിൽപ്പന നടത്താൻ പാടില്ലാത്തൊരു ഭൂമി വിൽപ്പന നടത്തിയാൽ എന്ത് ചെയ്യും? ഇപ്പൊ ഈ EMS സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഭൂമി ഞാൻ അങ്ങ് വിൽപ്പന നടത്തുകയാണ് താങ്കൾക്ക്. രജിസ്റ്റർ ഓഫീസ് അത് രജിസ്റ്റർ ചെയ്തു കൊടുക്കുന്നു. എങ്ങനെയാണ് രജിസ്റ്റർ ഓഫീസർ അത് ചെയ്തു കൊടുക്കുക? എന്റെ ഉടമസ്ഥതയിലില്ലാത്തത് എങ്ങനെയാണ് അത് രജിസ്റ്റർ ചെയ്തു കൊടുക്കുക? അപ്പോ രജിസ്റ്റർ ചെയ്യുന്ന ആളും വിൽപ്പന നടത്തുന്ന ആളും അങ്ങനെ പലതരം ആളുകൾ അതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഏതെങ്കിലും കറുത്ത കരങ്ങൾ ചെയ്ത തെറ്റായ പ്രവർത്തനങ്ങളെ മറച്ചുവെക്കാൻ വേണ്ടി ഇത് മതങ്ങൾക്കിടയിൽ എന്തോ വലിയ പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർത്തിട്ട് വലിയ സംഭവമാക്കി മാറ്റുകയാണ്. യഥാർത്ഥത്തിൽ ഈ നാട്ടിലെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വളരെ സ്നേഹത്തോടെ കഴിയുന്നവരാണ്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും വളരെ സ്നേഹത്തോടെ കഴിയുന്നവരാണ്, അങ്ങനെ തന്നെ കഴിയേണ്ടവരുമാണ്. ഈ നാട്ടിലുള്ള വീടില്ലാത്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യ രാജ്യം ഭവനരഹിതരുണ്ട്, അവർക്കെല്ലാം വീട് വെച്ചു കൊടുക്കണം എന്നത് ഈ നാടിന്റെ ഒരാവശ്യമാണ്.
SYS നൂറുകണക്കിന് വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ദാറുൽ ഖൈർ എന്ന പേരിൽ. അതുപോലെ ഇവിടെ സംഘടനകളും സാമുദായിക സംഘടനകളും രാഷ്ട്രീയ സംഘടനകൾ പോലും ഭവന നിർമ്മാണ പ്രക്രിയകളിൽ ഏർപ്പെട്ടിട്ടുള്ളത് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ മുഴുവനും ഭവനമുള്ളവരായി മാറണം എന്ന് വെച്ചിട്ടാണ്. നിങ്ങൾ നോക്കൂ, ഇങ്ങനെയുള്ള ആശയങ്ങൾ പടച്ചുവിടുന്ന ആളുകൾ, അവരുടെ വായിൽ നിന്ന് വരുന്ന ഒരൊറ്റ പദം, ഒരൊറ്റ വാക്കാണ്, അത് മനുഷ്യർ ഏറ്റെടുത്തു പറയുകയും പിന്നീട് വലിയ വിപത്തുകൾക്ക് കാരണമായി തീരുകയും ചെയ്യുന്നത്. കലാപങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്, അത് കെടുത്താൻ എളുപ്പമല്ല. ഒരൊറ്റ തീക്കനൽ കൊണ്ട് വലിയ അഗ്നി ഉണ്ടാക്കാൻ കഴിയും, പക്ഷെ അത് കെടുത്തണമെങ്കിൽ എത്രമാത്രം ഫയർ എഞ്ചിനുകൾ വന്നാലും, ഫയർ സർവീസുകൾ വന്ന് എത്ര വെള്ളമടിച്ചാലും ഒരുപാട് നാശങ്ങൾ അത് വിതയ്ക്കും. ആ തീ കെടുത്താൻ ഒരുപാട് അധ്വാനിക്കേണ്ടി വരും. അതുകൊണ്ട് തീ ഉണ്ടാക്കാതിരിക്കുക, കലാപമുണ്ടാക്കാതിരിക്കുക, നാശമുണ്ടാക്കാതിരിക്കുക, സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും വാക്കുകൾ പറയുക. പ്രണയവിവാഹം നാട്ടിൽ വർദ്ധിച്ചു വരികയാണ്. അതിന്റെയും കാലം കഴിഞ്ഞു. ഇപ്പോൾ വിവാഹം വേണ്ട എന്ന് പറയുന്ന ഒരു കാലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന് തൊട്ടു മുമ്പുള്ള കാലം പ്രണയവിവാഹം. വാപ്പയും ഉമ്മയും അറിയാതെ, അച്ഛനും അമ്മയും അറിയാതെ മക്കൾ എവിടെ നിന്നെങ്കിലും കണ്ട് സ്നേഹിച്ച് അവസാനം അത് കുടുംബം ഇടപെട്ടുകൊണ്ട് തന്നെ കല്യാണം നടത്തുന്ന രീതിയാണ് പ്രണയവിവാഹങ്ങൾ. പ്രണയവിവാഹങ്ങൾ നടത്തുന്നവർ ചിലപ്പോൾ മതത്തിന്റെ ഉള്ളിൽപ്പെട്ടവർ തമ്മിലാണ്, ചിലപ്പോൾ മറ്റു മതങ്ങൾ തമ്മിലാണ്. അങ്ങനെ പല രീതിയിലും നടക്കുന്ന വിവാഹങ്ങളെ അതെന്തോ മതങ്ങളുടെ ആസൂത്രണമാണ്, അത് ക്രിസ്ത്യാനികളുടെ ആസൂത്രണമാണ്, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ആസൂത്രണമാണ്, മുസ്ലിംകളുടെ ആസൂത്രണമാണ്. മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനുള്ള വളരെ കൃത്യമായ ചില ശ്രമത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പെൺകുട്ടികളെ വലിച്ചു കൊണ്ടുപോകാനുള്ള മുസ്ലിങ്ങളുടെ ശ്രമമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ മനുഷ്യർക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാൻ വേണ്ടി ചിലർ പറയുമ്പോൾ അവർ കള്ളമാണ് പറയുന്നത്, മറ്റു ചിലർ പറയുമ്പോൾ അവർ ശുഭഹത്തിന്റെ കലാമാണ് പറയുന്നത്. അഥവാ ഒരാൾ പറയുന്നത് കേട്ടത് ശരിയാണെന്ന് വിചാരിച്ചാണ് പലരും പറയുന്നത്. അതുകൊണ്ട് അത്തരം ആളുകളെ നമുക്ക് തിരുത്തണം. ഉറങ്ങുന്നവനെ വിളിച്ചുണർത്തണം. ഉറക്കം നടിക്കുന്നവനെ വിളിച്ചുണർത്താൻ കഴിയുകയില്ല. ഉറങ്ങുന്നവരെല്ലാവരെയും വിളിച്ചുണർത്തിയാൽ ഉറക്കം നടിക്കുന്നവൻ സ്വയം ഉണർന്നുകൊള്ളും, അവന് മറ്റുള്ളവർക്കിടയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഈ നാടിനെ ഈ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി, ഈ നാടിന്റെ നിലനിൽപ്പിന് വേണ്ടി, ഈ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സ്നേഹത്തോടെ നാം നിലനിൽക്കണം. അതിനുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. അപ്പൊ പരസ്പരം അയൽവാസികൾ, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമായ അയൽവാസികളുമായി ബന്ധങ്ങൾ സ്ഥാപിക്കണം. പരസ്പരം കാണുകയും സംസാരിക്കുകയും വേണം. ആർക്കെങ്കിലും മനസ്സിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ കൂടിച്ചേരലുകളുടെയും കൂട്ടായ്മകളിലൂടെയും അതൊക്കെ ഇല്ലാതാവുകയും സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും അടയാളം അവിടെ ഉയർന്നു വരികയും ചെയ്യും. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. SYS ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന പ്രമേയം വെച്ചുകൊണ്ട് തൃശ്ശൂരിൽ നടത്തുന്ന സമ്മേളനം, അതിനോടനുബന്ധിച്ച് കേരളത്തിലുടനീളം നടത്തുന്ന ഈ സഞ്ചാരങ്ങൾ, മറ്റ് പലതരത്തിലുള്ള ക്യാമ്പയിനുകളും പ്രോഗ്രാമുകളും ആത്യന്തികമായ ലക്ഷ്യം മനുഷ്യ നന്മയാണ്. അതിനുവേണ്ടി എല്ലാവരും കൂടെ നിൽക്കണം. എല്ലാവരും കൂടെ നിൽക്കണം. ആരും തെറ്റിദ്ധരിച്ച് മാറി നിൽക്കരുത് എന്നുകൂടെ വിനീതമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സാംസ്കാരിക കേരളത്തിന്റെ തലസ്ഥാനമായ തൃശ്ശൂരിൽ ഈ സഞ്ചാരം വിജയിപ്പിക്കുന്നതിന് വേണ്ടി വളരെ ശക്തമായ പ്രവർത്തനം നടത്തി അഹോരാത്രം അധ്വാനിച്ച ഇവിടുത്തെ നേതാക്കളും പ്രവർത്തകരും, MLA ബാലചന്ദ്രൻ അവർകൾ ഉൾപ്പെടെ ഈ പ്രവർത്തകരായിക്കൊണ്ട് ഇതിന്റെ കൂടെ നിന്നിട്ടുണ്ട്. എല്ലാവർക്കും പ്രത്യേകമായ നന്ദിയും സന്തോഷങ്ങളും അറിയിക്കുകയാണ്. ഈ കർമ്മങ്ങളെല്ലാം നന്മയുടേതും വലിയ നന്മകൾ പിറക്കാനുള്ളതുമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു.